തമിഴ്നാട് റൈഡിനായി ബൈക്ക് സർവീസ് ചെയ്ത് റെഡിയാക്കിയതായിരുന്നു. പക്ഷേ ചില പ്രത്യേക തടസ്സങ്ങൾ കാരണം മാറ്റിവെക്കേണ്ടി വന്നു. അങ്ങനെ പിൽഗ്രിം ചാപ്റ്റർ 2 എടുക്കാമെന്ന് കരുതി. അതാണ് ഇന്നത്തെ വീഡിയോ. തിരുവനന്തപുരത്ത് വരുന്നവർ ഫോറിൻ സാധനങ്ങൾ വാങ്ങുന്നതിനായി ആദ്യം വരുന്ന സ്ഥലമാണ് ഭീമാപള്ളി. ഈ ഭീമാപള്ളിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഭീമാപള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിന് 2 കവാടങ്ങളുണ്ട്. ഇതാണ് പ്രധാന കവാടം. ഇതാണ് ഭീമാപള്ളി. തിരുവനന്തപുരം കിഴക്കേക്കോട്ടിൽ നിന്ന് 6 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു മോസ്കാണ് ഭീമാപള്ളി ദർഗാ ഷെരീഫ്. 15-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച ഈ പള്ളി 1984 ഗോവിന്ദൻ ഗോപാലകൃഷ്ണൻ എന്ന ആർക്കിടെക്റ്റിൻ്റെ നേതൃത്വത്തിൽ പരിഷ്കരിക്കുകയുണ്ടായി. അറേബ്യയിൽ നിന്നും ഇസ്ലാം മതം കേരളത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി വന്ന മുഹമ്മദ് നബിയുടെ പിൻഗാമിയായി കരുതപ്പെടുന്ന സെയ്ദുനിസ ഭീമ ബീവിയുടെയും മകൻ സെയ്ദ് ഷുഹാദ മാഹിൻ അബൂബക്കറിൻ്റെയും ഖബറാണ് അല്ലെങ്കിൽ മക്ബറയാണ് ഭീമാപള്ളി. പലവിധ അസുഖങ്ങളാൽ കഷ്ടപ്പെടുന്നവരെ സുഖപ്പെടുത്തുകയും മറ്റ് അത്ഭുത പ്രവൃത്തികൾ നടത്തിയതായി കരുതപ്പെടുന്ന ഭീമ ബീവിയുടെ അനുഗ്രഹത്തിനായി വിവിധ മതത്തിൽപ്പെട്ടവർ ഈ പള്ളിയിൽ എത്തിച്ചേരുന്നു. ഭീമ ഉമ്മയുടെ ഖബർ പച്ച നിറത്തിലുള്ള പട്ടുകൊണ്ട് പൊതിഞ്ഞതും മകൻ്റെ ഖബർ ചുവന്ന നിറത്തിലുള്ള പട്ടുകൊണ്ട് പൊതിഞ്ഞതുമാകുന്നു. ജനങ്ങൾക്ക് വേണ്ടി വീരമൃത്യു പ്രാപിച്ചതുകൊണ്ടാണ് മകൻ്റെ ഖബർ ചുവന്ന പട്ടുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത്. ഖബറിൻ്റെ ഫോട്ടോ എടുക്കുന്നത് അനുവദനീയമല്ലാത്തതിനാൽ ഇവിടെ അത് കാണിക്കുന്നില്ല. ഇത് ഭീമാപള്ളിയിൽ ജീവിച്ചിരുന്ന കല്ലടി ബാവ മസ്താൻ എന്ന ഒരു വിശുദ്ധൻ്റെ ഖബറാണ് അല്ലെങ്കിൽ മക്ബറയാണ്. ഭീമാപള്ളിയിൽ ജീവിച്ചിരുന്ന കല്ലടി മസ്താൻ എന്ന ഈ വിശുദ്ധൻ്റെ അത്ഭുത പ്രവൃത്തികൾ ഇന്നും പഴമക്കാർ ഓർത്തു പറയുന്നു. ഭീമ ഉമ്മയുടെ മകനായ സെയ്ദ് ഷുഹദ മാഹീൻ അബൂബക്കർ വീരമൃത്യു വരിച്ചപ്പോഴേക്കും ആദ്യമായി കൊണ്ടുവന്ന് കിടത്തിയ സ്ഥലത്താണ് ഇന്ന് ഈ മരുന്ന് കിണർ എന്നറിയപ്പെടുന്ന ഭാഗം. മരുന്ന് കിണറിലെ വെള്ളം കോരി കുളിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങൾ ഭേദപ്പെടുമെന്നാണ് വിശ്വാസം. ഇവിടെ 2 കിണറുണ്ട്. ഇതിൽ ഒരു കിണറിൽ തണുത്ത വെള്ളവും മറ്റൊന്നിൽ ചൂടുവെള്ളവും എന്നാണ് പറയപ്പെടുന്നത്. എത്ര കനത്ത വേനലിലും ഈ കിണറുകളിലെ വെള്ളം വറ്റത്തില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മനോരോഗം ബാധിച്ചവരെ ഭീമാപള്ളിയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ മനോരോഗം ഭേദമാകും എന്നാണ് വിശ്വാസം. പലവിധ നേർച്ച സാധനങ്ങളുടെ കച്ചവടവും പള്ളിയുടെ പരിസരത്ത് നമുക്ക് കാണാൻ കഴിയും. അകലെ നിന്ന് വരുന്ന ഭക്തർക്ക് താമസിക്കാനുള്ള റൂമുകളും ഇവിടെ വിനോദസഞ്ചാര വകുപ്പ് സജ്ജമാക്കിയിട്ടുണ്ട്. എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ നടത്തിവരുന്ന ഭീമാപള്ളി ഉറൂസ് അല്ലെങ്കിൽ ചന്ദനക്കുടമാണ് ഈ പള്ളിയിലെ ഏറ്റവും വലിയ ഉത്സവം. ചന്ദനം പൂശിയ നാണയങ്ങൾ നിറച്ച കുടങ്ങളാണ് നേർച്ചയായി ഭക്തജനങ്ങൾ പള്ളിയിൽ അർപ്പിക്കുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ മതസ്ഥർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. ഇതിനായി KSRTCയുടെ പ്രത്യേക സർവീസുകളും ആ സമയത്ത് ഉണ്ടായിരിക്കും. പുതിയൊരു പുണ്യസ്ഥലത്തിൻ്റെ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.